കൊച്ചി തീരത്തുനിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ കപ്പൽ മറിഞ്ഞു. 15 ജീവനക്കാരെ രക്ഷിക്കാൻ കോസ്റ്റ് ഗാർഡ് ശ്രമം തുടരുകയാണ്. വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്ക് പോയ MC എൽസ 3 എന്ന കപ്പലാണ് മറിഞ്ഞതെന്നാണ് വിവരം. കപ്പലിൽ 24 പേരുണ്ടായിരുന്നുവെന്നാണ് സൂചന. ഇതിൽ 9 പേരെ രക്ഷപ്പെടുത്തി. നാവികസേനയുടെ ഡ്രോണിയർ ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട്. വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലെത്തി പിന്നീട് തൂത്തുക്കുടിയിലേക്ക് പോകുകയായിരുന്നു കപ്പൽ. ഇന്ന് രാത്രി 10 മണിക്കാണ് കപ്പൽ കൊച്ചിയിൽ എത്തേണ്ടിയിരുന്നത്. നിലവിൽ കേരള തീരത്തിനടുത്ത് കടലിൽ ചരിഞ്ഞു കിടക്കുന്ന നിലയിലാണ് കപ്പൽ. മറൈൻ ഗ്യാസ് ഓയിൽ, വെരി ലോ സൾഫർ ഫ്യൂവൽ എന്നിവയാണ് മറഞ്ഞ കപ്പലിലെ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത്. കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞാൽ തുടരുതെന്നും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി. കാർഗോയ്ക്കടുത്തേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോസ്റ്റ് ഗാർഡ് വിവരം നൽകിയതിനെ തുടർന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയത്. തീരത്ത് കണ്ടെയ്നറുകൾ കണ്ടാൽ പോലീസിനെ അറിയിക്കുകയോ 112-ൽ വിളിക്കുകയോ ചെയ്യണം. തീരത്ത് കർശന ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. 6 മുതൽ 8 കണ്ടെയ്നറുകൾ വരെയാണ് കടലിൽ വീണതെന്നാണ് വിവരം. സംസ്ഥാന ദുരന്ത നിവാരണ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.